പിശുക്കനായ ഇവൻ കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അവൻ പൈസ കുറയ്ക്കാൻ വേണ്ടി സർക്കാരിന്റെ കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ വാങ്ങുന്നു. പെട്രോൾ ലാഭിക്കാൻ പല വഴികളും നോക്കുന്നു. കുട്ടികൾക്കുള്ള ഭക്ഷണം പോലും പിശുക്കിയാണ് അവൻ ജീവിക്കുന്നത്. പണിക്ക് പോവാത്ത 2 ചേട്ടന്മാരെയും കുട്ടികളും ഉൾപ്പെടെ കുടുംബത്തിലെ എല്ലാവരെയും അവനാണ് നോക്കുന്നത്. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം അവന്റെ പുറകെ ആയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ വാടകക്കാരി എത്തുന്നത്. അവൾ പെട്ടെന്ന് തന്നെ ആ കുടുംബത്തിലെ അംഗത്തെ പോലെ മാറുന്നു. അവൻ അവളോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിലും അവൻ അത് പ്രകടിപ്പിക്കുന്നില്ല. അവർ തമ്മിൽ അങ്ങനെ അവസാനം പ്രണയത്തിലാവുന്നുവെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്നു. അവൾ തന്റെ കോളേജിന്റെ പ്രൊജക്ടിന്റെ ഭാഗമായി അവന്റെ കുടുംബത്തിന്റെയും ജീവിതത്തെയും ആസ്പദമാക്കി ഒരു ബുക്ക് തയ്യാറാക്കിയതവൻ കാണാനിടയാകുന്നു. അവന്റെ സ്വകാര്യതയെ അവൾ പബ്ലിക് ആക്കിയെന്നും തന്നെ ഒരു പരീക്ഷണ വസ്തുവായി കണ്ടുവെന്നും തെറ്റിദ്ധരിച്ച അവൻ അവളെ പരസ്യമായി അപമാനിക്കുകയും തല്ലുകയും ചെയ്യുന്നു. തന്റെ ലളിതമായ ജീവിത രീതിയെ പരിഹസിച്ചവൾക്ക് പണം കൊണ്ട് മറുപടി നൽകാമെന്ന് വെല്ലുവിളിച്ച് അവൻ US-ലേക്ക് ജോലിക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് തന്റെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ CEO അവളാണെന്ന് സത്യം അവൻ തിരിച്ചറിയുന്നത്. ന്യൂയോർക്കിലെ ജോലിക്കിടയിലും അവർക്കിടയിൽ ഈഗോ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവൻ തന്റെ കഴിവും ഹാർഡ് വർക്കും തെളിയിക്കുന്നു. പിന്നീട് നാട്ടിലെത്തിയ അവൻ അവൾ എഴുതിയ ബുക്ക് വായിക്കുന്നു. തന്നെ കളിയാക്കാനല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന അവൻ ഒരു ഫാമിലി സ്റ്റാർ ആയി ലോകത്തിന് മുന്നിൽ മാതൃകയാക്കാനാണ് അവൾ അവതരിപ്പിച്ചതെന്ന് അവൻ തിരിച്ചറിയുന്നു. എന്നാൽ ആ സമയം ഒരു രാഷ്ട്രീയക്കാരന്റെ കൊച്ചുമകൻ ഉണ്ടായ അപകടത്തിൽ അവളെ അയാൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അവിടേക്ക് എത്തിയ അവൻ ഒരു അടിപിടിക്ക് ശേഷം തളർന്നു പോയ യുവാവിനെ തന്റെ കുടുംബത്തിൽ ഒരു അംഗമായി താൻ സംരക്ഷിച്ചുകൊള്ളാമെന്ന് വാക്ക് നൽകി ആ രാഷ്ട്രീയക്കാരനെ ബോധ്യപ്പെടുത്തുന്നു. ഒടുവിൽ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ അവൻ അവളെ വിവാഹം കഴിക്കുന്നു.